ഈ സീസണിന്റെ തുടക്കം മുതലേ ഞാൻ ഒരു നെഗറ്റീവും പറയാത്തൊരു പ്ലെയർ ഉണ്ട്. പക്ഷേ ഈ ഒരു പെർഫോമൻസിന് ശേഷം ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാനിത് വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് വരെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ദ മാൻ വിത്ത് 5 കാര്യങ്ങൾ ഈസ് ബാക്ക് ഗൈസ്. അതെ, കഴിഞ്ഞ വീഡിയോയിലെ കമന്റുകളൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിരുന്നു. ഒരുപാട് സന്തോഷം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ നിന്ന് 5 കാര്യങ്ങൾ ഞാൻ തെരഞ്ഞു പിടിച്ച് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിന് മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ എന്റെയും പ്രതീക്ഷകൾ ഒരുപാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തോൽവിയുടെ നിരാശ പറഞ്ഞറിയിക്കാനാവുകയില്ല. നമ്മളൊന്നും കളിച്ചുമില്ല. ഈസ്റ്റ് ബംഗാൾ ആ 3 പോയിന്റുമായിട്ട് പോവുകയും ചെയ്തു. പ്ലേ ഓഫിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്ലബ് എന്ന രീതിയിൽ പോയിന്റ്സ് ടേബിളിൽ നമ്മളെക്കാൾ താഴെയുള്ള ടീമുകളെങ്കിലും നമ്മൾ തോൽപ്പിക്കണ്ടേ? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അടുത്ത മത്സരത്തിൽ ചെന്നൈയിൻ FC ആയിട്ടും നമുക്ക് നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ ഫിക്സ്ചറിൽ നമ്മുടെ ചരിത്രം കന്തിരവേല പോലെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ISLന്റെ ലീഗ് ഘട്ടം അവസാനിക്കാൻ ഇനിയിപ്പോ വിരലിലെണ്ണാവുന്നത്ര മത്സരങ്ങളേ ഉള്ളൂ. ചെന്നൈയിൻ FCക്കെതിരായ മത്സരത്തിന് ശേഷം കൊച്ചിയിൽ നമ്മൾ മോഹൻ ബഗാനോട് ഏറ്റുമുട്ടും. അത് കഴിഞ്ഞ് നേരെ ഫത്തോർദയിൽ ഗോവനെ നേരിടും. പിന്നീട് ജംഷഡ്പൂർ, മുംബൈ സിറ്റി എന്നീ ടീമുകളുമായിട്ടാണ് ഈ സീസണിലെ അവസാനത്തെ 2 ഹോം മത്സരങ്ങൾ. അത് കഴിഞ്ഞ് അങ്ങ് ഹൈദരാബാദിൽ ഏറ്റവും അവസാനത്തെ ലീഗ് മത്സരം. നമ്മൾ ഈസ്റ്റ് ബംഗാളിനെതിരെ കളിച്ച പോലെ കളിക്കുകയാണെങ്കിൽ ഇനിയുള്ള 6 മത്സരങ്ങളിൽ ഒരു ജയം പോലും നേടാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഈ തോൽവിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അധികം വൈകാതെ 5ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. നിങ്ങളിൽ എത്ര പേര് ഇത് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്ന വിപിൻ പഴയ വിപിൻ അല്ല. പണ്ട് ഞാൻ വിപിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സൂപ്പർ പ്ലെയറിനെ ജഡ്ജ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി വിപിനിലുണ്ട്. എപ്പോഴും ബോൾ റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് സമയമുള്ളതുപോലെ നമുക്ക് തോന്നും. അവരെടുക്കുന്ന തീരുമാനങ്ങളായാലും അവർ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകളായാലും വളരെ സമയമെടുത്ത് കളി ഓൾമോസ്റ്റ് സ്ലോ ഡൗൺ ചെയ്ത് കളിക്കുന്ന പോലെ. പക്ഷേ ഈ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്ന വിപിനിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാനാവുന്നില്ല. പിച്ചിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ ധൃതിയിൽ എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നല്ലോണം പൊസിഷൻ റീസൈക്കിൾ ചെയ്യാനും വിപിനെ കൊണ്ട് സാധിക്കുന്നില്ല. എതിർ ടീമിലെ ഡിഫൻഡർമാരിൽ നിന്നും മിഡ്ഫീൽഡർമാരിൽ നിന്നും പ്രഷർ വരുമ്പോൾ വിപിൻ വളരെ ഈസി ആയിട്ട് അതിൽ നിന്നൊക്കെ ബോൾ ഷീൽഡ് ചെയ്ത് പൊസിഷൻ റീറ്റെയിൻ ചെയ്യുമായിരുന്നു. എന്നാൽ അത് ഈ മത്സരത്തിൽ ഒട്ടും കാണാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഇഞ്ചുറിക്ക് ശേഷം ടീമിലേക്ക് വന്നതിന്റെ കോൺഫിഡൻസ് ഇഷ്യൂ ആണോന്ന് അറിയില്ല. പക്ഷെ പണ്ട് വിപിൻ കളിച്ചിരുന്ന പോലത്തെ എതിരാളികളുടെ ഡിഫൻസീവ് ലൈനുകളെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന പാസുകൾ ഇപ്പൊ വിപിനിൽ നിന്ന് അധികം വരുന്നുമില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ വിപിന്റെ ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ കാണണമെങ്കിൽ കൂടെ ഒരു നല്ല ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണം. കാരണം എത്രത്തോളം വിപിന്റെ ഡിഫൻസീവ് ഡ്യൂട്ടി കുറയ്ക്കാനാവുമോ അത്രത്തോളം ക്രിയേറ്റീവ് ആവാനുള്ള കഴിവ് ഈ പ്ലെയറിലുണ്ട്. ഫ്രെഡി ആ റോളിൽ ചെറിയൊരു പ്രോമിസ് ഒക്കെ കാണിച്ചിരുന്നു. പക്ഷേ വളരെയധികം ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഈ ഒരു മത്സരത്തിലും വിപിന്റെ കൂടെ മിഡ്ഫീൽഡിൽ കളിച്ച ഫ്രെഡിക്ക് ആ ഒരു പ്രതീക്ഷയ്ക്ക് ഉയരാനുമായില്ല. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ട് തന്നെ ആവാം വിപിന്റെ തിളക്കം മങ്ങിയത്. പക്ഷേ ഈ ക്ലബിൽ ഇപ്പോൾ ഉള്ള ഇന്ത്യൻ താരങ്ങളിൽ വിപിനും കോറുമാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയേഴ്സ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വിപിനിൽ നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ഈ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്ത് മാത്രം ഞാൻ വിപിനെ കുറ്റം പറയുന്നതല്ല. പക്ഷെ വിപിൻ എന്തായാലും ഫോമിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് പോയിന്റ് 4ലേക്ക് കടക്കാം. ഈസ്റ്റ് ബംഗാളിന്റെ ഏറ്റവും പുതിയ സൈനിങ് ആയ റിച്ചാർഡ് സെലിസ് ക്ലബിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. വെനസ്വേല എന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തെ ഇന്റർനാഷണൽ ലെവലിൽ റെപ്രസെന്റ് ചെയ്തു എന്നറിയാമായിരുന്നു. പക്ഷെ എന്താണ് ഈ പ്ലെയറിന്റെ ക്വാളിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ആ ക്വാളിറ്റി എന്താണെന്ന് സെലിസ് ഈ കളി വ്യക്തമാക്കി കഴിഞ്ഞു. ഈസ്റ്റ് ബംഗാൾ ഈ സീസണ് മുന്നേ അവരുടെ സ്ക്വാഡിലേക്ക് ഒരുപാട് വലിയ സൈനിങ്സ് നടത്തിയെങ്കിലും ഈ പ്ലെയേഴ്സ് ആരും അവർക്കൊരു എക്സ് ഫാക്ടർ നൽകിയിരുന്നില്ല. റിച്ചാർഡ് സെലിസിന്റെ വരവോടെ എന്തായാലും അവർ ആ ഗ്യാപ്പ് നികത്തിയിട്ടുണ്ട്. സെലിസിന്റെ കളി കണ്ടപ്പോൾ പണ്ട് ഇതുപോലെ തന്നെ ഒരു ദുരന്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് വന്ന ഒരു ഫോറിൻ താരത്തിന് എനിക്ക് ഓർമ്മ വന്നു. നിങ്ങൾ ആരും ആ പ്ലെയറിനെ മറന്നിട്ടുണ്ടാവില്ല. ഈ ലീഗ് കണ്ട ഇൻഡിവിജ്വൽ ടാലന്റുകളിൽ ഏറ്റവും മുന്നിലുള്ള ഒരാള് ബ്രൈറ്റ് എനബൊക്കാരെ. കോവിഡ് കാലഘട്ടത്തിൽ ഈസ്റ്റ് ബംഗാൾ അത്രയും മോശം പെർഫോമൻസിലൂടെ കടന്നുപോയപ്പോഴും അവർക്കുള്ള ഒരേ ഒരു ആശ്വാസം ഈ ബ്രൈറ്റ് ആയിരുന്നു. എന്തിന്? ബ്രൈറ്റ് എനബൊക്കാരുടെ കളി കാണാൻ വേണ്ടി മാത്രം ഈസ്റ്റ് ബംഗാളിന്റെ കളി കണ്ടിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആ ഒരു ലെവലിലേക്കൊക്കെ എത്താൻ സെലിസ് ഇനിയും ഒരുപാട് പെർഫോം ചെയ്യണം. പക്ഷേ ഈ 2 പ്ലേയേഴ്സും ഒരുപാട് സിമിലർ ആണ്. ഇവരെ പോലുള്ള പ്ലേയേഴ്സിനെ കാണാൻ നമ്മൾ ടിക്കറ്റിനായി ചെലവാക്കുന്ന ഓരോ പൈസയും മുതലാവും. അമ്മാതിരി മൊമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലേയേഴ്സ് ആണ് ഈ ബ്രൈറ്റ് എനബൊക്കാരെയും റിച്ചാർഡ് സെലിസും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡയറക്റ്റ് കമ്പാരിസൺ ഒന്നുമല്ല. കാരണം ഇപ്പോഴും ഈ ലീഗിൽ എനബൊക്കാരെ പോലെ ഒരു ഇൻഡിവിജ്വൽ ടാലന്റ് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഈസ്റ്റ് ബംഗാൾ ഫാൻസ് എന്തായാലും അതുപോലെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും സെലിസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ള 3 മത്സരങ്ങൾ അവർക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചസ് ആണ്. അത്ര ഫോമിലല്ലാത്ത മുംബൈ സിറ്റി ആയിട്ടൊരു എവേ മത്സരം, അതിനുശേഷം ഹോമിൽ ചെന്നൈയിൻ FC, പിന്നെ മുഹമ്മദീൻ നസി ആയിട്ട് ഒരു ഡെർബി. സെലിസിന്റെ ഈ ഒരു പെർഫോമൻസും നമ്മൾക്കെതിരെയുള്ള അവരുടെ ജയത്തിനും ശേഷം ഈസ്റ്റ്
ഈസ്റ്റ് ബംഗാൾ ഈ 3 മത്സരങ്ങളെ വളരെ പോസിറ്റീവായിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു സ്ക്വാഡ് എന്ന രീതിക്ക് ഈസ്റ്റ് ബംഗാൾ ഒരു ടീമിനേക്കാളും ഒരുപാട് പുറകിലൊന്നുമല്ല. അവരെല്ലാവരും ഒരുമിച്ച് ക്ലിക്ക് ആയിരുന്നില്ല എന്നുള്ളതാണ് ആ പ്രശ്നം. ഈ സെലിസിന്റെ വരവ് ചിലപ്പോൾ ഈ ടീമിനെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു താക്കോലായി മാറിയേക്കാം. ഒരു പൂട്ടും താക്കോലും ഒക്കെ ശരിക്കും നമ്മുടെ ടീമിനാണ് ഏറ്റവും ആവശ്യം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ 3ാമത്തെ പോയിന്റിൽ പറയാം. ഈ സീസണിന്റെ തുടക്കം മുതലേ ഞാൻ ഒരു നെഗറ്റീവും പറയാത്തൊരു പ്ലെയർ ഉണ്ട്. പക്ഷേ ഈ ഒരു പെർഫോമൻസിന് ശേഷം ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ഡിഫൻസിലെ ഹോർമി പാമിന്റെ പെർഫോമൻസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഹോർമിയെ നമ്മൾ എപ്പോഴും കണ്ടിരുന്നത് വളരെ നന്നായി ഗെയിം റീഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ ബോൾ പുറകിൽ നിന്നും പ്ലേ ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിഫൻഡർ ആയിട്ടാണ്. പക്ഷെ ഈ ഒരു മത്സരത്തിൽ ഇത് രണ്ടും നമുക്ക് കാണാനായില്ല. ഈ ഒരു മത്സരത്തിന് മുമ്പ് വരെ ഈ ടീമിൽ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഡിഫൻഡർ ഹോർമി പാം ആയിരുന്നു. നമ്മുടെ ബാക്കിയുള്ള ഡിഫൻഡർമാരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സീസൺ നവോച്ച കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഗെയിം റീഡിംഗ് എബിലിറ്റിയിലും ഡിസിപ്ലിനിലും മെച്യൂരിറ്റിയിലും എല്ലാം ഹോർമി പാം നവോച്ചയെക്കാളും ഒരു പടി മുന്നിലാണ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു പെർഫോമൻസിന് ശേഷം ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് വരെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഉള്ള ഡിഫൻഡർമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്ലബ്ബിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നതിൽ ഒരാളാണ് ഹോർമി പാം. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലീഡർഷിപ്പ് ഹോർമിയിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. വികാസിനേറ്റ പരിക്കും ഈ ഒരു പെർഫോമൻസൂടെ കൂട്ടി വായിക്കുമ്പോൾ പ്രിതം കോട്ടാലി പോയതിനു ശേഷം നമ്മുടെ ഡിഫൻസ് ഒന്നുകൂടെ വീക്കായോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. പ്രിതം കോട്ടാലി പോയിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അത് തന്നെയാണ് പോയിന്റ് നമ്പർ 2. സച്ചിൻ സുരേഷ് ഈ മത്സരത്തിൽ 1-2 നല്ല സേവുകളൊക്കെ പുൾ ഓഫ് ചെയ്തു, എസ്പെഷ്യലി ആ ക്ലോസ് റേഞ്ചിൽ നിന്ന് വന്ന ഷോട്ട്. പക്ഷെ നമ്മൾ ഈ ചാനലിൽ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു കളിയിൽ എത്രത്തോളം സേവ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരേ ഒരു മിസ്റ്റേക്ക് മതി എല്ലാം മാച്ച് കളയാൻ. അൺഫോർച്ചുനേറ്റ്ലി സച്ചിനിൽ നിന്ന് ഈ മിസ്റ്റേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. ഈ മത്സരത്തിൽ ആദ്യം ഒരു ഷോട്ട് കളക്ട് ചെയ്യാൻ സച്ചിൻ ബുദ്ധിമുട്ടിയിരുന്നു. അതെന്തോ ഭാഗ്യത്തിന് ആ റീബൗണ്ട് ഈസ്റ്റ് ബംഗാളിന് കൺവേർട്ട് ചെയ്യാനായില്ല. പിന്നെ സെലിസിന്റെ ഡിസ്റ്റൻസിൽ നിന്ന് വന്ന ആ ഒരു ഷോട്ട്, അതിൽ വന്ന ജഡ്ജ്മെന്റ് എററാണ് എന്നെ ഏറ്റവും അമ്പരപ്പിച്ച് കളഞ്ഞത്. ഞാനിത് വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗോൾ കീപ്പിങ്ങിലെ വളരെ ബേസിക് ആയിട്ടൊരു സംഭവമാണ് ഒരിക്കലും അങ്ങനെ ബോൾ വാച്ച് ചെയ്ത് നിൽക്കരുതെന്നുള്ളത്. ഇനി അങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ ആ ബോൾ നിയർ പോസ്റ്റിലൂടെ കയറാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. ഈ ഒരു സിറ്റുവേഷനിൽ സച്ചിൻ പകുതി വരെ വന്നിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള പോലെ ഫ്രീസായി. എന്തോ ഭാഗ്യത്തിന് ആ ഷോട്ട് പോസ്റ്റിലിടിച്ച് പുറത്തേക്ക് പോയി. പക്ഷെ വേറൊരു ദിവസം അത് പോസ്റ്റിലിടിച്ച് അകത്തേക്ക് കയറാനുള്ള ചാൻസും ഉണ്ട്. ഇതൊരു ജഡ്ജ്മെന്റ് മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ ഈ മിസ്റ്റേക്ക് പിച്ചിലെ വേറെ ഏത് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറിനേക്കാളും ഒരു ഗോൾ കീപ്പറിൽ നിന്ന് വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ആരോടും പറയണ്ടല്ലോ. ഈ സീസണിൽ തന്നെ നമ്മൾ ഇത് എത്ര പ്രാവശ്യമായി അനുഭവിക്കുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ ക്ലബിന്റെ ഗോൾ വല വർഷങ്ങളോളം കാക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയർ അപ്പുറത്തെ എൻഡില് ഈസ്റ്റ് ബംഗാളിന്റെ ഗോളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ കേട്ടുമടുത്ത കാര്യമാണെന്നറിയാം. പക്ഷെ കണ്ടിട്ടും പറയാണ്ട് എങ്ങനെ ഇരിക്കും? ഇനിയാണ് പോയിന്റ് നമ്പർ 1. അത് ഞാൻ പറയാണ്ട് തന്നെ ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ രാഹുൽ KPയുടെ 5 റിപ്ലേസ്മെന്റ്സ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലെയർ ലെഫ്റ്റ് ഫുട്ടഡ് ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല, റൈറ്റ് വിങ്ങിൽ അടിപൊളിയായിട്ട് കളിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ വിഷ്ണു PVയുടെ ഈ പെർഫോമൻസിൽ അത് തീർന്നിട്ടുണ്ടാവും. ശരിക്കും ആ ഒരു ഗോള് വേൾഡ് ക്ലാസ് ഗോളാണ്. ഈ പ്രീമിയർ ലീഗിൽ മുഹമ്മദ് സാലേക്ക് അടിക്കില്ലേ, അമ്മാതിരി ഐറ്റം. ക്ലെയ്റ്റൺ സിൽവ വിഷ്ണുവിന് നൽകിയ ആ പാസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ ബോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ എത്തട്ടെ, അത് കഴിഞ്ഞ് അവൻ എല്ലാം നോക്കിക്കോളും എന്നുള്ള മട്ടിലെ ഒരു പാസ്. പിന്നെ എല്ലാം ഒരു മിന്നായം പോലെയാണ് സംഭവിച്ചത്. വിഷ്ണു ഓടി ആ ബോൾ കളക്ട് ചെയ്തു. ആ സെയിം മൊമെന്റത്തിൽ ഫ്രെഡിയെ ബീറ്റ് ചെയ്തു. ഫ്രെഡി പോലും വിചാരിച്ചു കാണില്ല അവൻ പെട്ടെന്ന് ഗിയർ മാറ്റിയ പോലെ അത്രയും ആക്സിലറേഷനിൽ ആ ബോൾ കറക്റ്റ് ആയിട്ട് ഡ്രിബിൾ ചെയ്ത് ഇൻസൈഡിലോട്ട് കയറുന്നു. ഈ ഫ്രെഡിയെ ബീറ്റ് ചെയ്തിട്ട് വിഷ്ണുവിന്റെ ഒരു ടച്ച് ഉണ്ട്. ആ ബോളിന്റെ ഡയറക്ഷൻ ചെറുതായിട്ട് ഇൻസൈഡിലേക്ക് ഒന്ന് മാറ്റി ബോഡി ഓപ്പൺ ചെയ്ത് ആ ഒരു ഷോട്ടിനുള്ള ആംഗിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ടച്ച്. നിങ്ങൾ എപ്പോഴെങ്കിലും ഫുട്ബോൾ നല്ലൊരു ലെവലിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ആക്സിലറേഷനിൽ വരുന്ന ഒരു പ്ലെയറിന് അങ്ങനെ ആ സെയിം മൊമെന്റത്തിൽ ഒരു ടച്ച് എടുത്ത് ബോഡി ഓപ്പൺ ചെയ്ത് അങ്ങനെ ഒരു ഫിനിഷ് പുൾ ഓഫ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന്. ഇങ്ങനെ ഒരു ഗോൾ അടിക്കാൻ ISLലല്ല, ലോക ഫുട്ബോളിൽ തന്നെ വളരെ ചുരുക്കം പ്ലേയേഴ്സിനെ സാധിക്കുകയുള്ളൂ. ഡിമി ഡയമൻഡക്കോസും ക്ലെയ്റ്റൺ സിൽവയും ഒക്കെയുള്ള ഈസ്റ്റ് ബംഗാളിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്ന പ്ലെയർ വിഷ്ണുവാണ്. അതെ, 2 വർഷം മുമ്പ് വരെ മുത്തൂറ്റിൽ കളിച്ചിരുന്ന ആ കാസർഗോഡുകാരൻ പയ്യൻ. ഏതല്ല ചെക്കൻ്റെ ലെവൽ, ഒരു ബിഗ് സല്യൂട്ട്. ഈ ഗോളുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു പ്ലെയർ അല്ല വിഷ്ണു. ആ ഒരു വിങ്ങിൽ അറ്റാക്കിലും ഡിഫൻസിലും അവൻ കൊണ്ടുവരുന്ന ഒരു വർക്ക് റേറ്റ് ഉണ്ട്. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകരുത്. ഈസ്റ്റ് ബംഗാളിൽ റെഗുലറായി വിഷ്ണുവിന് കളിക്കാനായാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു വലിയ വാഗ്ദാനമായി അവൻ മാറും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നെ കോറു സിംഗിന് ആ ഗോൾ വേണമെങ്കിൽ
വേണമെങ്കിൽ തടയായിരുന്നു എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ കോറൂന് അതിൽ ചെയ്യാവുന്നതിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. നിങ്ങൾ കോറൂന്റെ ആ റണ്ണ് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവൻ വരുന്ന ആ ഒരു മൊമെന്റത്തിൽ പെട്ടെന്നൊന്ന് ഡയറക്ഷൻ മാറ്റി ഒരു ക്ലിയറൻസ് നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ആവാം കോറു അവിടെ ഒന്ന് സ്റ്റക്കായി ആ ബോൾ ക്ലിയർ ചെയ്യാനാവാതെ പോയത്. എന്തായാലും വെറും 18 വയസ്സല്ലേ കോറൂനായിട്ടുള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഡീൽ ചെയ്യാൻ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആവുമ്പോൾ അവൻ പ്രാപ്തനാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ മത്സരത്തിൽ നിന്നും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും സസ്പെൻഷന് ശേഷം ദൂഷാൻ ലഗത്തോർ നമ്മുടെ ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് നമ്മുടെ മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഒരു വലിയ മുതൽക്കൂട്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമന്റ്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ആസ് ഓൾവേസ് യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.